നിങ്ങളൊരു ബിസിനസ് ഓണർ ആയിരിക്കാം, പക്ഷെ കുറച്ച് സമയം നിങ്ങളൊരു കസ്റ്റമറായി ചിന്തിക്കുക. നിങ്ങളൊരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഒരു സർവീസോ നിങ്ങൾക്ക് വാങ്ങണമെന്ന് ആഗ്രഹമാണ്. നിങ്ങൾ എന്ത് ചെയ്യും? ഗൂഗിളിൽ സെർച്ച് ചെയ്തു എന്നിരിക്കട്ടെ. ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒരു 3 ബിസിനസ് പ്രൊഫൈലായിരിക്കാം ഗൂഗിൾ നിങ്ങളെ കാണിക്കുന്നത് എന്നിരിക്കട്ടെ. ഈ 3 ബിസിനസ് പ്രൊഫൈലിൽ നിങ്ങൾ ഏതായിരിക്കാം ചൂസ് ചെയ്യാൻ പോകുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് ചൂസ് ചെയ്യുന്നത്? നിങ്ങൾ ചോദിക്കാതെ തന്നെ എല്ലാവരും പറയും ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് റിവ്യൂസും ഏറ്റവും കൂടുതൽ റേറ്റിംഗും ഉള്ള ഒരു ബിസിനസ് പ്രൊഫൈലിലേക്ക് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിന്റെ ബാക്കിലെ ഒരു സൈക്കോളജി എന്താണ്? ഏറ്റവും നമ്പർ ഓഫ് റിവ്യൂസ് ഉള്ള ഒരു ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ ആണെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൽ ഒരുപാട് കസ്റ്റമേഴ്സ് പോകുന്നുണ്ട് എന്നുള്ളതല്ലേ. അതുകൊണ്ടാണ് ഇത്തരം റിവ്യൂ വരുന്നത്. അപ്പോൾ റിവ്യൂ കുറവുള്ള ഒരു ബിസിനസ് പ്രൊഫൈലിൽ ആൾക്കാർ പോകുന്നില്ല എന്നതാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സും ചിന്തിക്കുക. അപ്പോൾ നിങ്ങളുടെ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലിലെ റിവ്യൂസിന് നിങ്ങൾ ഇതുവരെയായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല എങ്കിൽ, നിങ്ങൾ അതിനു വേണ്ടി പാടുപെടുന്നില്ല, ശ്രമിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ശ്രമിക്കണം. കാരണം ഒന്ന്, നിങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി. 2, ഗൂഗിൾ ഒരു കസ്റ്റമർ നിങ്ങളുടെ പ്രോഡക്റ്റോ സർവീസ് സെർച്ച് ചെയ്യുമ്പോൾ ഏറ്റവും ടോപ്പിലേക്ക് റാങ്ക് ചെയ്യുന്നതിന്റെ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് റിവ്യൂ എന്ന് പറയുന്നത്. റിവ്യൂലെ റേറ്റിംഗ് ഉണ്ട്, റിവ്യൂലെ നമ്പർ ഓഫ് റിവ്യൂ ഉണ്ട്, പോസിറ്റീവ് സെന്റിമെന്റ്സ് ഉള്ള കീവേഡ്സ് അടങ്ങിയ കമന്റ് ഉണ്ടോ എന്നതും ഫാക്ടറാണ്. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലിൽ റിവ്യൂസിന്റെ നമ്പേഴ്സ് കൂട്ടുവാൻ ഉറപ്പായിട്ടും ശ്രമിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് ഒറ്റയടിക്ക് 50 100 റിവ്യൂ കൂട്ടിക്കളയാം എന്നല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. കൺസിസ്റ്റന്റ് ആയി നിങ്ങളുടെ കസ്റ്റമേഴ്സിന് അടുത്ത് റിവ്യൂ എടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലിലെ റിവ്യൂ നമുക്ക് ഹൈക്ക് ചെയ്യാം, വർദ്ധിപ്പിക്കാം, എങ്ങനെ അതുമൂലം നമുക്ക് റാങ്ക് ചെയ്യാം, ഇതൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് വീണ്ടും ഒരു വീഡിയോ കാണാം. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.